ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും കൂടി ഇനി പെറ്റ്ഫിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ കിളിക്കൂട്ടിലേക്ക് നമ്മൾ കുറച്ച് കിളികളെ കൂടി വാങ്ങിയിട്ടുണ്ട്. അതിന് ഈ കൂട്ടിലേക്ക് അഴിച്ചു വിടുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു സങ്കടമുള്ളൊരു കാര്യം കൂടി പറയാനുണ്ട്. ആദ്യം നമ്മൾ കിളികളെ വാങ്ങിയൊരു വീഡിയോ ഉണ്ട്, അതാദ്യം കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ബാക്കി പറയാം. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടില്ല, ഇനി നമുക്ക് കിളിക്കൂട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാം. ഇതടക്കണേ. അപ്പോൾ ഡോറ് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് നമ്മളെ രാധ ഇതാ ഇതിൻ്റെ മേലെ തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. രാധ രാധ ഇതാണ്. മഴയായിട്ട് നല്ലോണം നഞ്ഞിട്ടുള്ള ആള്, ഫുള്ള് നഞ്ഞിട്ടുള്ള ഇതാ. അപ്പോൾ നമ്മൾ വാങ്ങിയ കിളികളെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ നമ്മൾ ലവ് ബേർഡ്സിനെ വാങ്ങിയിട്ടുണ്ട്. കുറച്ച് ഏകദേശം ഒരു 20 പീസോളം വാങ്ങിയിട്ടുണ്ട്. പിന്നെ അടുത്ത വാങ്ങിയിട്ടുള്ളത് ഇതാ 2 പ്രാവിനെയും പിന്നെ ഇതാ നമ്മളെ ഒരു സൺകോണൂറിനെയും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവനെ ഇപ്പം വാങ്ങേണ്ട കാരണം ഞാൻ പറയാം. എന്തായാലും ആദ്യം നമുക്ക് ഇവരെ അഴിച്ചു വിടാം കൂട്ടിലേക്ക്, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം ലവ് ബേർഡ്സിനെ തുറന്നു വിടാം നമ്മളെ കൂട്ടിലേക്ക്. നമ്മളെ ഫിഞ്ചസ് എല്ലാം ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാവരും. ഇപ്പോൾ തുറന്നു വിടും മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് കൂടുതൽ നമ്മളിവിടെ സെറ്റാക്കിയിട്ടുണ്ട്. മൺചട്ടിയിൽ ഫിഞ്ചസിന് വേണ്ടിയിട്ട്, പിന്നെ ഫുഡ് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് വെള്ളം വെക്കാനും ഫുഡ് വെക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സെറ്റപ്പെല്ലാം ചെയ്യിച്ചിട്ടുണ്ട്. രാധ ഇവിടെ നിൽക്കുന്നുണ്ട്. രാധ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഊഞ്ഞാലുകൾ കിളികൾക്കെല്ലാം വന്നിട്ട് കളിക്കേണ്ടിയിട്ട് ഇവിടെയുണ്ട്. കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറക്കാം. ആദ്യം നമ്മൾ ഒന്ന് ഞാൻ പിടിച്ച് കാണിച്ചു തരാം. നല്ലോണം കടിക്കുന്നുണ്ട് ഇവർ. എന്താ പറക്കട്ടെ. പിന്നെ നമുക്ക് പറത്തി വിടാം. പോയി കാണിച്ചു തരാം. നമുക്ക് മഞ്ഞേനെ പിടിക്കാം. മഞ്ഞേനെ ഇത് നല്ല കടിക്കാറാ. നല്ല രസമുണ്ട് ഇവരെ കാണാൻ. പോയിക്കോ. മഴയത്തേക്ക് പോയി. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. കടിക്കുന്നുണ്ട്, നല്ലോണം കടിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞു പോകും. എന്താ പറക്കാത്ത ഏരിയ? ബാക്കി എല്ലാവരും നമുക്ക് പറത്തി വിടാം. ഡോറ് തുറന്ന് വെച്ചിട്ടുണ്ട്. പോയിക്കോ, അങ്ങോട്ടേക്ക് പോയിക്കോടാ പോയിക്കോടാ. ഇത് ഒരാൾ നിലത്തുനിന്ന് തന്നെ കളിക്കുന്നുണ്ട്. നമ്മൾ ഫിഞ്ചസ് എല്ലാം വന്നിട്ടുണ്ടാ. പറഞ്ഞോ. അപ്പോൾ ഇവർ തുറന്നു വെച്ചിട്ട് പോകുന്നില്ല. നമുക്ക് ഓരോന്നിനെ പിടിച്ചിട്ട് പറത്തി വിടാം. പോയിക്കോ. ഒരാളും കൂടി നമ്മളെ കൂട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോരുത്തർ പറത്തി വിടാം. ഇനിയിപ്പോ പോയി തുറന്നേരം പോയി. അപ്പൊ എല്ലാരും പോകുന്നുണ്ട് ഇതിലോട്ടാ. കോട്ടെ
ഇതപ്പോൾ ഒരാളും കൂടി വന്നിട്ട് നമ്മുടെ കിളിക്കൂട്ടിലേക്ക് ഇവരെയും കൂടി നമുക്ക് അകത്ത് തരാം. അത് അടച്ചു. അപ്പോൾ ഇനി കുറച്ചാളും കൂടി ആളും പുറത്ത് പോയാൽ നമുക്ക് ഇവരെയും കൂടി പിടിച്ചിട്ട് പുറത്തിടാം. ബാ കടിക്കണ്ട പോയിക്കോ. നാളെ പോയി എഴുതിയിട്ടുണ്ട്. ബാ പോന്നില്ലേ ഇയാള്? ഇത് ഇന്നലെ ഒരു നമ്മൾ കൈ വെക്കുമ്പോ വന്ന് നിക്കുന്നില്ലേ ചവിട്ടി പോവാ. അതാ ഞാൻ പറഞ്ഞു. ഒരാളെയും കൂടി കിട്ടിയിട്ടുണ്ട്. കാണിക്കാം. പറഞ്ഞോ നീ ഒന്നിനെ ഞാൻ മരത്തമ്മലുണ്ട് ഒരാൾ വന്നു. അപ്പൊ വർണ്ണക്കൊന്നിന് വേണം നേരത്തെ. എന്നാ പിടിച്ചോളാ. അതെങ്ങനെ പിടിക്കും? ഇങ്ങനെ കിടത്തിട്ട് തന്നിട്ട് പിടിച്ചോ. പുറത്തേക്കോ ഇത് കടിച്ചത്. ഇനി ഒരാളെടുത്ത് ഒറ്റയാളും കൂടെ ഉള്ളൂ. ഈ ആരെ പിടിച്ചെന്റെ ബാക്കി ഞാൻ പിടിക്കും. പിടി ഒരാൾ എന്റെ കൈമേൽ വന്നിട്ടുണ്ട്. നമ്മളാരും ചെയ്യില്ല. ഇവരെല്ലാം ഉണ്ട്, നിലത്തെല്ലാം വന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെ മരത്തിന്റെ അടുക്കോ നമ്മുടെ മരത്തിന്റെ അടുക്കെല്ലാം വന്ന് അടിപൊളിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുണ്ട് ഇങ്ങനെ കാണാൻ. അപ്പോൾ ലവേഴ്സിനെ മൊത്തം നമ്മൾ അയച്ചു വിട്ടിട്ടുണ്ട്. ഇനിയുള്ളത് നമ്മുടെ പ്രാവും പിന്നെ തങ്കോണൂറുമാണ്. അത് നമുക്ക് പ്രാവിനെ അയച്ചുവിടാം. നമ്മൾ ആദ്യമായിട്ടാണ് പ്രാവിനെ വാങ്ങുന്നത്. നല്ല വെള്ളപ്രാവാണ്. ഒരു തൂവലാണ്. ഇതെന്റെ കൂട് കേട്ടാ. ഓക്കെ. അപ്പൊ ഇതാ ഒന്നിന് നമ്മൾ പറത്തി വിടാൻ പോകുന്നതാണ്. പോയിക്കോ. ഓടാ ഓടാ ഓടാ. അത് ഹൈറ്റിലൊക്കെ. അപ്പൊ അടുത്ത പ്രാവിനെ നമുക്ക് എടുക്കാം. ഇതൊരു ബ്ലാക്ക് ആണ്. ഇവർ ജോഡിയാണ് രണ്ടാളും. കിട്ടി. ഇതൊരു ബ്ലാക്കും അതൊരു വൈറ്റും ആണ്. പോയിക്കോ. നമുക്ക് ഇവനെയും പറത്തി വിടാം. ഇവനാണോ ഇവളാണോന്ന് അറിയില്ല. ഏതാണ് പെണ്ണെന്ന് പറഞ്ഞ് പറഞ്ഞിന്? വൈറ്റാന്ന് തോന്നുന്നു പെണ്ണ്. അപ്പൊ ഇതാണോ? ഓട് ഓടാ ഓടാ. അതവിടെ പോയിട്ടുണ്ട്. മറ്റേത് ഇവിടെ തന്നെ നിൽക്കണ്ട. ഇവർക്ക് പേടിയൊന്നുമില്ല കേട്ടോ. നല്ല ഇണങ്ങിയ പ്രാവുകളാണ്. അപ്പൊ പ്രാവിനെ എല്ലാം ഇറക്കി കഴിഞ്ഞാ ഇവൻ മാത്രമേ ഉള്ളൂ. കരയുന്നതിനാ പിന്നെ വാങ്ങിയത് ഇയാളാണ് നമ്മള്. ഇത് മെയിലാണ്. ഇപ്പോൾ ഇതിനെ വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾക്ക് എന്തിനാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, സങ്കടമുള്ള ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ രാജു ഇപ്പോൾ ഇല്ല, രാജു മരിച്ചുപോയി. അപ്പോൾ രാജുവിന് പകരം വേണ്ടിയിട്ട് നമ്മളൊന്നിനെ വാങ്ങിയതായിരുന്നു. പിന്നെ രാജുവിന് എന്നാണെന്നറിയില്ല, പെട്ടെന്ന് നോക്കുമ്പോൾ ലൂസ് മോഷനായിട്ട് നമ്മൾ ഡോക്ടറെല്ലാം കാണിച്ചായിരുന്നു. രാധേനെയും രാജുവിനെയും മാറ്റിയിട്ടിരിക്കുകയായിരുന്നു. പിന്നെ ലൂസ് മോഷനായിട്ട് ഡോക്ടറെല്ലാം കാണിച്ചായിരുന്നു. നോക്കുമ്പോൾ അവർ മരുന്നെല്ലാം തന്നു. മെഡിസിൻ തന്നിട്ട് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ രാജു മെഡിസിൻ കൊടുക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇതായിരുന്നല്ലേ പറഞ്ഞേ. മെഡിസിൻ കുടിച്ചൊരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ കഴുത്തെല്ലാം ഇങ്ങനെ മേലോട്ട് വലിഞ്ഞ് പെട്ടെന്ന് മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം രാധയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അത് നമ്മളിപ്പോൾ പെട്ടെന്ന് ഒന്നിനെ വാങ്ങിയത്, ഒരു മെയിലിനെ. ആൾ മേലെ പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം ഭയങ്കര മഴയായിരുന്നു ഇവിടെ. അതുകൊണ്ട് നമ്മൾ ആ പക്ഷീനെല്ലാം പിടിച്ച് പോയി കൂട്ടിൽ തന്നെ ഇട്ടിട്ടുണ്ട്. ഇവർക്കൊന്നും അറിയില്ല എങ്ങോട്ടാണ് പോയി ഇരിക്കേണ്ടതെന്നൊന്നും. അതുകൊണ്ട് എല്ലാവരെയും പിടിച്ച് കൂട്ടിട്ടുണ്ട്. കുറച്ച് നനഞ്ഞിട്ടുണ്ട്. ഇപ്പം കുറേ നേരം മഴ നനയുന്നു. നമുക്ക് തൽക്കാലം ഇവിടെ വെക്കാം. അപ്പോൾ ഇവിടെ ഇത് നല്ലോണം നനഞ്ഞിട്ട് നമുക്കൊന്ന് തോർത്തി കൊടുക്കാം. ഫുള്ള് നനഞ്ഞിട്ടുള്ള ഇത് തുണിയുണ്ട്. ഈ തുണി കൊണ്ടൊന്ന് നമ്മൾ വീഡിയോ എടുക്കുന്ന ദിവസം തന്നെ ഭയങ്കര മഴയായിപ്പോയി. പിന്നെ ഇവരെ ഇങ്ങനെ കൂട്ടിൽ
ഒരുപാട് കിളികളില്ല, അതുകൊണ്ട് ഇട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് തന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴയും. പിന്നെ നമ്മൾ കൂട്ടിൽ ഒരു നെറ്റ് കെട്ടിയിട്ടുണ്ട്. പൂച്ച ഫിഞ്ചസ് എല്ലാം ഈ നെറ്റുമ്മൽ വന്ന് നിൽക്കുമ്പോൾ പൂച്ച വന്നിട്ട് ചിലപ്പോൾ മാന്തിയാളെന്ന് വിചാരിച്ചിട്ട് അടിഭാഗത്ത് മാത്രം ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടം വരെയുള്ളൂ. ഫിഞ്ചസ് എല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട് നമ്മൾ. അതെ അതെ ഫുഡ് അടിയില്ല. പുതിയ വന്നാണ് ഇതാ മേലെ ആള്. ഇത് ഇണങ്ങിയ കിളി തന്നെയാണ്, പക്ഷെ നമ്മളായിട്ട് ഇതായില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ റെഡിയാവും. ഇവൻ്റെ പേര് മിട്ടു എന്നാണ് അവർ വിളിക്കുന്നത്. അപ്പം നമ്മളും അങ്ങനെ തന്നെ വിളിക്കാം, നല്ല പേരും. മിട്ടു രാധയാണ് ഇനിയുള്ളത്. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോയെന്നൊന്നും അറിയില്ല. പിന്നെ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.